ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളുള്ളത് പെറ്റ് ലൈഫിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ഫോമിലാണ്. ഇതാകുമ്പോൾ വലിയ റേറ്റില്ലാതെ ഇച്ചിരി ചീപ്പായിട്ടുള്ളതാണ്. ചീപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിളാണ്. പിന്നെ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബേർഡിൻ്റെ സൈസ് അനുസരിച്ച്, അതായത് കുഞ്ഞുങ്ങൾ ഇത്തിരി ചെറുതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൂസൊക്കെ ആയിട്ട് ഒക്കെ ചെയ്യണം. അവർ ആദ്യം നല്ല വിശപ്പുണ്ടോ നോക്കണം. അവർക്ക് ഫുഡ് എടുക്കാനുള്ളൊരു ഇത് കണ്ടോ, അവർക്കൊരു എന്നാ പറയട്ടെ ആഗ്രഹം, ഫുഡിനോടൊരു ഇത് വേണം. അവരങ്ങനെ ഓട്ടോമാറ്റിക്കലി എടുക്കാനുള്ളൊരു വിശപ്പിലുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ കൊടുത്തിട്ട് വലുതാകുമ്പോൾ അവർ നല്ല ട്യൂബ് കറക്റ്റ് അവരുടെ ത്രോട്ടിലോട്ട് എത്തിക്കും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എന്നാ പറയണ്ടേ കൊടുക്കാൻ പറ്റും. അല്ല നമ്മൾ ഫോഴ്സ് ചെയ്ത് വാ തുറന്ന് കുത്തി കയറ്റി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു പാർബ്ലൂ വയലറ്റ് പാർബ്ലൂവിൻ്റെ ഇനി നമുക്ക് കൊടുത്തു കൊടുക്കാം. അത്യാവശ്യം വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഭയങ്കര എന്താ പറയണ്ടേ വിശന്നിട്ടുള്ളൊരു ചെപ്പാടും ബഹളമൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്നുണ്ട് അവർ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വിഴുങ്ങി കറക്റ്റ് അവരുടെ സഞ്ചിയില്ല ബാഗിലോട്ട് ഫുഡിൻ്റെ ചെസ്റ്റിലുള്ള ബാഗിലോട്ട് എടുക്കും. നമ്മൾ പയ്യെ ജസ്റ്റ് ഇവർക്ക് ഞാൻ 2-3 വട്ടം ഫീഡ് ചെയ്തിട്ടുള്ളതായിട്ട് കുഴപ്പമില്ല. ഒരു തന്നെ ഓട്ടോമാറ്റിക്കലി ഇച്ചിരി ഞെക്കി കൊടുത്താലും കുഴപ്പമില്ല. ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ പയ്യെ ചെറുതായിട്ട് ഞെക്കി വിടണം. ഇതൊരു ബ്ലൂ പീച്ചിൻ്റെ ഒരു കുഞ്ഞാണ്. ഇച്ചിരിയും കൂടെ പാർബ്ലൂവിനെക്കാട്ടി ഇച്ചിരി സൈസുള്ളതാണ്. ഇതിന് ഇച്ചിരിയും കൂടെ കൂടുതൽ ഫുഡ് നമ്മൾ കൊടുക്കുക. ഇവരൊക്കെ ഓൾറെഡി ട്രെയിൻഡായി അതുമായിട്ട്. കാരണം അവർക്കറിയാം ആ സിറിഞ്ച് കാണുമ്പോഴേ ഫുഡിനുള്ളതെന്ന് പറയാം. കുഴപ്പമില്ല, ബേർഡിന് വെയിറ്റ് ലോസ് ഒന്നുമില്ല, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ഒരു കുറുകുന്ന രീതി ഉണ്ടല്ലോ, കറക്റ്റായിട്ടുള്ള കുറുക്കുള്ള രീതിയിൽ, അതായത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ചൂട്, അതായത് ബോഡി ടെമ്പറേച്ചറിൻ്റെ ചൂട് പോലെ ഒരു ലൂം വാട്ടർ ആകുമ്പോഴത്തേക്കും ആ ഒരു ചൂടിൽ വേണം കൊടുക്കാൻ വേണ്ടി. ഇത് നമ്മൾ വെച്ചേക്കല്ല, അതായത് ഫസ്റ്റ് ഒരു ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം ഉണ്ടെങ്കിൽ അത് നമ്മൾ കളഞ്ഞേക്കണം. എന്നിട്ട് അടുത്ത ടൈമിലേക്ക് അത്ര ആവശ്യമുള്ള ഒത്തിരി മിക്സ് ചെയ്യാതെ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം മിക്സ് ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് ബാലൻസ് ഇരുന്ന് പെട്ടെന്ന് ഫുഡ് പോയ്സൺ അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രം ഇതൊക്കെ കഴിഞ്ഞാൽ A90ഒക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അഫോർഡബിളായിട്ടുള്ളത് A90 ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പം പെറ്റ് ലൈഫ് കുഴപ്പമില്ല, പെറ്റ് ലൈഫ് കൊണ്ട് ബേർഡ് ഡെഡായി പോകത്തൊന്നുമില്ല. പക്ഷെ നമ്മളത് കൊടുക്കേണ്ട ആ ഒരു രീതിയിൽ കൊടുക്കണം. ഇതിപ്പം നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ കൂടെയുള്ളൊരു ആൽബിനോ സ്പ്ലിറ്റ് പീച്ചാണ്. ആൽബിനോ സ്പ്ലിറ്റ് ആയിട്ടുള്ള ബേർഡ്സിന് ഇറങ്ങിയത്. അത് ലൂട്ടിനോ പീച്ച് ബേർഡാണ്. ഇവരെ നമ്മളധികം എന്താ പറയണ്ടേ അവരുടെ പാരൻസ് നല്ലപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേജിലാണ് നമ്മൾ പുറത്തോട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഇച്ചിരി ആദ്യം എന്താ പറയണ്ടേ നമ്മൾ ഇച്ചിരി ബലം പിടിച്ച് കൊടുക്കേണ്ടി വരും. പാരൻസ് നല്ലപോലെ നോക്കുന്നതുകൊണ്ട് പിന്നെ പാരൻസിൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നതാണ്. പിന്നെ ഇപ്പം ഫീമെയിൽ ബേർഡ് ഇച്ചിരി ടയേർഡായിട്ട് പോലെ തോന്നി, അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കാന്ന് വെച്ചു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.